ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 14ാമത്തെ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത്. ആൻഡ് എല്ലാ വീഡിയോസിനകത്ത് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ റോസ്റ്റിംഗ് വീഡിയോ ആണെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം കുറേ ആൾക്കാർ ഇപ്പോഴും ഇതൊരു നോർമൽ റിയാക്ഷൻ വീഡിയോ ആണ് എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഗൈസ്, ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. സോ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ എൻ്റെ ഇത്തരം വീഡിയോസിനെ കാണുക. ആൻഡ് ചിലരുടെ കമൻറ്റ് ഞാൻ കണ്ടു ഫേവറിറ്റിസമോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ ആരുടെ അടുത്ത് നമുക്കൊരു ഫേവറിറ്റിസവും കാര്യങ്ങളൊന്നും അല്ല. ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവർ കൊടുക്കുന്ന കോണ്ടന്റ് ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പൊട്ടയാണെങ്കിൽ പൊട്ടയെന്ന് പറയും. ഇന്ന് നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, നാളെ പൊട്ട ചെയ്താൽ പൊട്ടയെന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിപാടി എന്താണ്? റോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫേവറിറ്റിസം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞാൽ അവിടുത്തെ RJ ബിൻസി, നെവിക്കായിട്ടുള്ള RJ ബിൻസി, പിന്നെ ഷാരി ചേച്ചി. അങ്ങനെ ഫേവറിറ്റിസം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെ അങ്ങ് പൊക്കി അടിച്ചിട്ട് എല്ലാ വീഡിയോസൊക്കെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, എന്താണെങ്കിലും ഇന്നത്തേത് ഒരു കംപ്ലീറ്റ് റോസ്റ്റിംഗ് അല്ല, ഒരു സെമി റോസ്റ്റിംഗ് വീഡിയോ ആണ്. കാര്യം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മൾ ഇന്ന് പാചകം ചെയ്യുന്നുള്ളൂ. കാര്യം നമുക്ക് ഗെയിമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ എല്ലാ ദിവസവും കിടവതിക്ക് തേങ്ങ ഉടച്ചിട്ട് തുടങ്ങുക എന്ന് പറയുന്ന പോലെ ആദ്യം തന്നെ വഴക്ക് തുടങ്ങുന്നത് അനീഷ് ആയിരിക്കുമല്ലോ. ഷാനവാസിന്റെ ഡ്യൂട്ടിയാണത്. മരക്കഴുത തന്റെ ഡ്യൂട്ടിയാണെന്നത്. ആ തലേനെ എടുത്ത് എറിഞ്ഞതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കാര്യം ഇവിടെ രാവിലെ ഉറങ്ങി കിടക്കുന്ന ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് അവനെ വിളിച്ചെണീപ്പിച്ചിട്ട് താനൊരു മരക്കഴുതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണേലും പൊളിവുരുടി. ആ കസരർക്ക് ഒരു അടി ഒരു അനീഷ്. എന്താണെങ്കിൽ ഈ 100 ദിവസം കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ അനീഷിന് ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടും ഇങ്ങനെയാണ് പോകുന്നത് പോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന് ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഏറുപന്തളിയായിരുന്നു കേട്ടോ തലേണ ഇതൊക്കെ വെച്ചിട്ട്. എവിടുന്നാണ് മാന്യതയും മര്യാദയും പഠിച്ചു വന്നുള്ളത്? ഓ, വെളുപ്പം കാലത്ത് വളിച്ച വായിലൊരു അന്തക്കിളി കേട്ടപ്പോഴത്തേക്കിന് അനീഷിന് സമാധാനമായിട്ടുണ്ടാവും. ഇവനൊക്കെ എവിടുന്ന് വന്നേ? എവിടെ? കോടന്നൂര്. ഏത് കോടന്നൂരാണെന്നുണ്ടെങ്കിലും നെവിനെ അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് ആ ഒരു മൂഡിലങ്ങ് പറഞ്ഞാണ് ഇവനൊക്കെ എവിടുന്ന് വരുന്നതാന്ന്. അപ്പൊ നേരെ നെവിന് അത് കോടന്നൂരെന്ന് നേരെ ഉത്തരവ് കൊടുത്തു. എന്നാ പിന്നെ അഡ്രസ്സും പിൻകോഡും എല്ലാം കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു. മറ്റേ ഇത് കുറച്ച് മതി എന്ന് പറയില്ലേ? എന്താ നഞ്ഞു കുറച്ച് മതി എന്ന് പറയില്ലേ? നിനക്കെന്തടാ വയ്യേ? രാവിലെ തന്നെ ക്യാമറയുടെ മുന്നിൽ നിന്ന് കോക്കാൻ ബീച്ച് കാണിക്കുന്ന പിന്നെ അല്ല ഏട്ടായി മാസാന്നേ. അനീഷ് പുറത്ത് ഭയങ്കര ഡോണാണ്, കയ്യും കാലും കാണത്തില്ല. ഞാൻ കീച്ചു കളഞ്ഞ് ഒന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തരാം. നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ജിജി ആണെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ തിരുത്താം, ഓക്കെ ആയിട്ട് ഇനി രമ്യതയിൽ പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അഭിശ്രീ ആണ് ഇതിനകത്ത് ഇടപെടുന്നത്. ആ അഭിശ്രീ നേരെ പോയിട്ടാണെങ്കിൽ അനുമോളുടെ അടുത്തും പറയുന്നുണ്ട്. പക്ഷെ അനുമോള് അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഇനി ആ വ്യക്തിയുടെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അനുമോൾ ഒറ്റ വേണ്ടി നിൽക്കുക. അനുമോൾ ഇനി ഒരു താല്പര്യം ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷാട്ടിയും പിടിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് അതിനുശേഷമാണ് ലാലേട്ടൻ്റെ ഇവരുടെ അടുത്ത് ഹൗസിനകത്തോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു തണുത്ത ലാലേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ഈ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷീണമാകാൻ തോന്നുന്നു. നല്ല രീതിയിൽ മുഖത്ത് അറിയാനുണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ മുണ്ടെടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു പവർ അങ്ങോട്ട് കിട്ടിയില്ല. പാൻറ്റി കയറിയുണ്ടാന്ന് തോന്നുന്നു. ഇച്ചിരി തണുത്ത ലാലേട്ടനായിരുന്നു നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷത്തിനാണല്ലോ. കൂടുതൽ സന്തോഷം ആർക്കാണ്? അക്ബറാണല്ലോ ആദ്യം കൈവയ്ക്കുക. എന്താണ് അക്ബറിന് പ്രത്യേക ഒരു സന്തോഷം? അല്ല, ലാലേട്ടൻ ഇങ്ങനെ കാണാൻ സംസാരിക്കാന്ന് പറഞ്ഞ വലിയ സന്തോഷമല്ല. അങ്ങനത്തെയാണ്, അല്ലാതെ വീടിനകത്തെ സന്തോഷത്തെ കുറിച്ചല്ല. പതപ്പിക്കല്ലേ, പൊതപ്പിക്കും ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ലാലേട്ടൻ മറ്റേ പ്രൊമോയ്ക്കകത്ത് പറഞ്ഞ വന്നപ്പോൾ തന്നെ ലാലേട്ടൻ അങ്ങനെ സോപ്പിട്ട് അങ്ങ് പതപ്പിക്കുവാണ് നമ്മുടെ അക്ബർ ഖാൻ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാലേട്ടൻ മിഡ് വീക്ക് എവിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് ഈ സഹായിച്ചേക്കുന്ന ആൾക്കാരില്ലേ, അവർ ഓക്കെ ആയിരുന്നു, എന്തായിരുന്നു, അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിലാദ്യം രേണുസുതി പറയുന്ന കാര്യം ഒന്ന് കേൾക്കാൻ കേട്ടോ. നല്ല സഹായികളാണ്, നല്ല സ്പിരിറ്റ് ആയിരുന്നു രണ്ടുപേർക്കും. എനിക്ക് തോന്നുന്നു എനിക്കതൊന്ന് സ്പിരിറ്റ് കുറഞ്ഞു തോന്നുന്ന സഹായികളെ കണ്ടപ്പോൾ. സാധാരണ അങ്ങനെ വരണ്ടേ അല്ലല്ലോ. ഈ സഹായിക്കുന്ന ആൾക്കാരുടെ തന്തയ്ക്ക് വിളിച്ചായിരുന്നു നമ്മുടെ രേണുസുതിയുടെ ശീലം. പക്ഷെ എന്ത് പറ്റി, കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ. രേണുസുതി കുറച്ച് മാറ്റമൊക്കെ വന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് സുഖമില്ല, വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഇടയ്ക്ക് കുഞ്ഞിന്റെ കാര്യവും പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആയി. രേണുസുതി ഈ തവണത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അനീഷിനെ സഹായിക്കാനുണ്ടായിരുന്നത് അപ്പാനി ശരത്തും അനുമോളും ആയിരുന്നല്ലോ. അപ്പം ഇവർ രണ്ടുപേരും ഓക്കെ ആയിരുന്നില്ല, എന്നെ അത്രത്തോളം അവർ എഫേർട്ട് എടുത്ത് കളിച്ചില്ല എന്നൊക്കെയായിരുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അനീഷ് നല്ല രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരതൊന്നും കേട്ടില്ല, അവർ ചീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ നിരന്തരം അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരത്ത് താക്കോലെടുക്കുന്നു വരുന്നു, പിന്നെ താക്കോൽ താഴെ ഇടുന്നു, താഴെ പോകുന്നു, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന പോലെയാണ് കൃത്യമായിട്ട്. അനീഷ് ഫുൾ ഉടായിപ്പാണ് കേട്ടോ. കാര്യം അവർ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ആ ഒരു ഗെയിം കളിച്ചത്. കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. താക്കോലി തന്നെ ഒരുപാട് തവണ എടുത്തെങ്കിലും അത് 3 താക്കോൽ മാറിയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാര്യം ഇപ്പോൾ അത് എന്ത് തന്നെ ആയാലും അനീഷ് അതിനെതിരെ സംസാരിക്കും എന്ന് എനിക്ക് അറിയാനുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ എനർജി എടുത്തും മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെയാണ് ഞാൻ
അതാണ് ഉള്ള കാര്യം തന്നെയാണ്. കാര്യം അവർ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ്. അനീഷ് പിന്നെ ഈ പറഞ്ഞ ഒരുമാതിരി പന്ന വർത്താനായിപ്പോയി. കാര്യം ഇത്ര അവർ എടുത്തിട്ട് ഇപ്പോൾ അനീഷ് പറഞ്ഞേക്കുന്നത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലായിരുന്നു. കാര്യം എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ അപ്പാനീശ്വരത്തിനും അനുമോക്കുമാണല്ലോ, അതുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തത്. പക്ഷെ അവർ വിചാരിച്ച പോലെയല്ല, അവരെന്നെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. ഇവിടെ ഒരു ഉപകാരസ്മരണയൊക്കെ വേണം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അനീഷിൻ്റെ അടുത്താണെങ്കിൽ ലാലേട്ടൻ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം മറ്റൊന്നുമില്ല, മിഡ് വീക്ക് എവിക്ഷനിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അനീഷ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കൺഗ്രാജുലേഷൻ കിട്ടി. പക്ഷേ ഇതിനെ പറ്റിയിട്ട് അനീഷ് ഇനി പറഞ്ഞായിരിക്കും കേട്ടോ. ഞാൻ വിജയിക്കണമെന്ന് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. മാത്രമല്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാര്യം ഇവിടെ ആർക്ക് സന്തോഷമില്ല, അങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയാണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടും. ഇവിടെ ഇത് കുറേ ദിവസം ആയില്ല, ഈ ഗെയിമിൻ്റെ ഈ ഒരു പരിപാടി ഒന്നും മാറ്റിപ്പിടി, കണ്ടിട്ട് ആൾക്കാർക്ക് വെറുപ്പിക്കാൻ വേണ്ടി ഒരു ഒറ്റപ്പെടൽ തന്നെ ഈ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ആര്യൻ കത്തൂരിയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷുമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. അപ്പം ഈ മിഡ് വീക്ക് എവിഷൻ്റെ ആ ഒരു അവസാനത്തെ ടാസ്കിലാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഈ പറയുന്ന പോലെ അനീഷ് ആര്യൻ്റെ അടുത്ത് പോയിട്ട് ഈ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അളിയ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ അളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടിപ്സ് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ തവണയാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു റൗണ്ടിലോട്ട് പോയപ്പോഴത്തേക്കിന് ആര്യൻ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ അനീഷ് പറഞ്ഞേക്കുന്ന മറുപടി ഒന്ന് കേട്ടു. രണ്ടാമത്തെ ന്യൂസ് തരാൻ പോയപ്പോൾ അവൻ റിപ്ലൈ എനിക്കറിയാം എന്താ ചെയ്യണേ, നീ അവിടെ പോയി തോന്നുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണേലും പൊളിയും. അതിനുശേഷം നമ്മുടെ ആര്യൻ കത്തൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ സത്യം ഇനി മേലെ കമാന്നൊരു അക്ഷരം ഞാൻ അനീഷിൻ്റെ അടുത്ത് മിണ്ടൂലാന്ന്. ഇതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പോലെ മദർ പ്രോമിസ് അമ്മ സത്യം എന്നൊക്കെ കള്ളസത്യം ഇട്ട പോലെ ഇട്ടായല്ലോ. ഇല്ല അങ്ങനൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ബേസിൽ പറഞ്ഞതാണ്. ഇവരെല്ലാം ഉണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിലല്ല, LKG പഠിക്കുകയാണ്. എല്ലാവരും കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടമാണ്. അമ്മ സത്യം ഇനി മേലെ ഞാൻ ചെക്കൻ്റെ അടുത്ത് മിണ്ടൂല, ഞാൻ കട്ടീസാ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം നേരെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല ലാലേട്ട ഞാനത് ആ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു, അന്നേരത്തെ ഒരു മൂഡിലൊക്കെ പറഞ്ഞാണത്. എടാ എന്തുവാടേ ഇത്? ഇപ്പം എനിക്ക് ഒരു മനസ്സില്ല ഒന്നും ചെയ്യാൻ, എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാനോ മുടി ഇടാനോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ പറയരുത് ജിജി. മേക്കപ്പ് ഇല്ലെങ്കിൽ അങ്ങ് ചത്ത് കളയെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നല്ലോ. ബിഗ് ബോസിന്റെ റൂളും വയലേറ്റ് ചെയ്ത് ഒരു മറ്റേ ആ ഒരു റാങ്കിന്റെ ടാസ്ക് പോലും ഇല്ലാതാക്കിയത് ഈ മേക്കപ്പിന്റെ പറയാൻ തൊരപോത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ മാത്രം പറയരുത്. CID അനുമോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചത്? അടുത്തേക്ക് അഡ്വക്കേറ്റ് അല്ലേ, അത് പറഞ്ഞു കൊടുക്കും. അതാണ് CID അനുമോൾ ചിക്കിയും മാന്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ജിജിയുടെ കയ്യിൽ മേക്കപ്പ് സെന്റർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണല്ലോ ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന കേസ് കളിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചാണ്. അതിന്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടു ഞാൻ. ചീത്ത കേട്ടത് മാത്രമല്ലല്ലോ, സ്വയമേ നിന്നങ്ങ് കരഞ്ഞങ്ങ് മെഴുകുമായിരുന്നു. എൻ്റെ പൊന്നോ, ഇരുന്ന് കരയുന്നു, കിടന്ന് കരയുന്നു, ഓടിക്കരയുന്നു, നടന്നു കരയുന്നു, അങ്ങനെ പല വിധത്തിലുള്ള കരച്ചിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അനുമോൾ അങ്ങ് ക്യൂട്ട്നെസ് ഇട്ട് അങ്ങ് വാരി വിതറുകയാണ്. ഇവിടെ ജിജിമോൾ ഇങ്ങനെ അഭിനയിച്ച് ഈ സാധനങ്ങളൊക്കെ കാണിക്കുവാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ അനുമോൾ ക്യൂട്ട്നെസ് ഇട്ട് അങ്ങ് മെഴുകുകയാണ്. സംഭവം ക്ലബ്ബിൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മുഖത്തെ. അപ്പോൾ അതിനിങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചങ്ങ് അയ്യോ ക്യൂട്ട്നെസ് അങ്ങ് വാരി അങ്ങ് എറിയാണ്, അങ്ങ് തെറിപ്പിക്കുക ക്യൂട്ട്നെസ്. ചെയ്യുമായിരുന്നു ആയം ചെയ്യാൻ നേരത്തെ ഇവിടെ അറിയില്ല ഞാൻ അവിടെ ആയം ചെയ്യാൻ നോക്കടി എവിടെ ആണ്ടി അകത്തുണ്ടോടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പതുങ്ങി പോകും എപ്പോഴും ഇങ്ങനെയാണ് ഇവരുടെ സംസാരം കേൾക്കുമ്പോഴാണ്. അല്ല വലിയ മുതലാളി, കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു ജാൻമണി ഉണ്ടായിരുന്നു. ഈ സംസാരിച്ചാൽ മനസ്സിലാവാത്ത വിടലകളെ പിടിച്ചിട്ട് എങ്ങനെയാണ് ഈ കറക്റ്റായിട്ട് ഈ ബിഗ് ബോസിനകത്തോട് കൊണ്ടുവരുന്നത്? കുളിക്കാൻ പോയപ്പോൾ ഇത്രയുള്ള ഒരു അതിന്റെ പുറത്ത് ഫേസ് വാഷ് ഇട്ടിട്ട് എനിക്കൊരു വൂണ്ട് കഴുകാൻ കൊണ്ടുപോയപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഗായബ്, അത് കാണുന്നില്ല. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിജിമോൾ അടുത്താണെങ്കിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ചപ്പാത്തിയുടെ കേസിനെ പറ്റിയിട്ട്. ആരെങ്കിലും ഇത് അനുമോൾ എടുത്തേക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. അനുമോൾ എടുക്കുന്ന വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവൾ എന്റെ ഒരു സാധനം കണ്ടുപിടിക്കുമ്പോൾ എനിക്കും പിൻ പോയിന്റ് ചെയ്യാമല്ലോ. അതാണ് അനുമോൾ എനിക്കിട്ട് പണി എന്നല്ലേ ലാലേട്ടൻ, അതുകൊണ്ട് എനിക്കും തിരിച്ചു രണ്ട് പണി കൊടുക്കണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണെന്നുള്ളത്. എന്നാലും ചപ്പാത്തി എടുക്കാത്ത കാര്യത്തെ പറ്റിയിട്ട് ജിജിമോൾ വന്ന് പറഞ്ഞങ്ങ് കയറ്റി. എന്നാൽ പിന്നെ അനുമോൾ ഒരു കാര്യം ആലോചിക്കണം, അനുമോൾ എന്തായാലും ചെയ്തിട്ടില്ല, അതിൻ്റെ പേരിൽ അങ്ങ് കരഞ്ഞങ്ങ് അയ്യോ ഞാൻ അവളെ തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ രണ്ടുപേരും കണക്കാം. ഇവൾക്ക് അതില്ലല്ലോ റൈറ്റ്സ്. ഇവളിങ്ങനെ എന്നെ ടച്ച് ചെയ്ത് എന്നെ അടിക്കാൻ കൈ പൊക്കി, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. കള്ളി പെരും കള്ളി, കൈ അടിക്കാൻ വേണ്ടി കൈ നിവർത്തിയല്ലോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം കൈ തട്ടി മാറ്റി ആ ഒരു സാധനം നമ്മൾ റിയാക്ട് ചെയ്തതാണ്, നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഈ പെണ്ണുമ്പുള്ളയാണെങ്കിൽ അന്നേരം പറഞ്ഞ എന്തുവാ, എന്നെ അനുമോള് തല്ലി, ബിഗ് ബോസ് എന്നെ തല്ലി, ഇത് നിങ്ങൾ റിയാക്ട് ചെയ്യണം, നിങ്ങൾ ഇതിനൊരു നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് കൈ തട്ടി മാറ്റി. അത് കൈ അടിക്കാനെ കൊണ്ട് കൈ ഓങ്ങിയതേ ഉള്ളത്. കള്ളി പെരും കള്ളി. ഒരു വീക്ക് മുമ്പ് എന്റെ 2 സാധനം കാണാതെ പോയി. 2 സാധനം കാണാതെ പോയെന്ന്? എന്ത്? പെർഫ്യൂം ഉണ്ടായിരുന്നു. പെർഫ്യൂം എനിക്കപ്പോഴേ തോന്നി പെർഫ്യൂം ആയിരിക്കുമല്ലോ. ആരാ എടുത്തത് സംശയം ഉണ്ടോ? സംശയം ചോദിച്ചു ഞാൻ ഇവനോട്. സംശയോ? ഓക്കെ, സംശയമാണെങ്കിൽ ആദ്യം നെവിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം നെവിൻ്റെ അടുത്ത് ചോദിച്ചു, ആ സംശയം അങ്ങ് ക്ലിയർ ചെയ്തു. അനുമോളെ സംശയം ഉണ്ടോ?
ഇപ്പം 5-6 പ്രാവശ്യം എൻ്റെ ബെഡ് തുറന്ന് ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. അതെ, അനുമോളെ എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. അപ്പം ആ സംശയം തീർക്കാനെ കൊണ്ട് ലാലേട്ടൻ തന്നെ ഒരു വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഈ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർഫ്യൂം എടുത്തിട്ടുള്ളത് ബിഗ് ബോസിന്റെ ടീം തന്നെയാണ്. അല്ല, വൈറ്റ് പാൻറ്. ഇതാണ് ഞാൻ എടുത്തു എന്നോട് പറഞ്ഞു. അതാണ്, ജിജിമോളാണെങ്കിൽ എല്ലാ കാര്യവും അനുമോളുടെ മണ്ണയ്ക്ക് കൊണ്ടങ്ങ് അടിച്ചു വെക്കുകയാണ്. കാര്യം മറ്റൊന്നുമില്ല, നമ്മുടെ ജിജിമോളുടെ ഈ ഒരു മേക്കപ്പിന്റെ കാര്യമൊക്കെ ചിക്കയും മാന്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേക്കുന്ന CID ആണല്ലോ നമ്മുടെ അനുമോള്. അപ്പോൾ അത് നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട് അനുമോക്ക്. അനുമോളും പൊട്ടി, ജിജിമോളാണെങ്കിൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കണമല്ലോ. എനിക്ക് വൈബ്സ് കൊണ്ട് മുഖം തുടക്കാൻ എനിക്ക് സ്കിൻ എൻ്റെ തീരെ സെൻസിറ്റീവ് ആണ്. അത് മാത്രം ഞാൻ വെച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, പുള്ളിക്കാരുടെ ആണെങ്കിൽ മുൻപത്തെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി നമ്മുടെ മെയിൻ ചാനൽ സത്തൻ 320 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു സർജറി കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ നിങ്ങൾ മുൻകൂട്ടി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, ചെയ്യേണ്ടതാണ്, സെൻസിറ്റീവ് സ്കിൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതല്ല ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഷോയിലോട്ട് വരാണ്ടിരിക്കുക അല്ലേ? ഇവിടെ റൂളിനനുസരിച്ച് വേണ്ട നിങ്ങൾ പെരുമാറാനെ കൊണ്ട്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല. എന്താണ് അതെന്തെന്ന് പറഞ്ഞാൽ എന്ത് വാക്കാണ്? മൊണ്ണ. പിന്നെ ക്യൂട്ടസം ഇടുവാണേ, മൊണ്ണല്ലോ മൊണ്ണ. എന്തുവാടേ ഇത്? കാര്യം അങ്ങ് പറഞ്ഞാൽ പോലെ ഇത് പറഞ്ഞൊരു സാധനമാണ്. പിന്നെ ക്യൂട്ട്നെസ് അങ്ങ് വാരി തെറിപ്പിക്കുകയാണ്. ആ പറഞ്ഞ സാധനം ഒന്നുകൂടെ കയപ്പിക്കുന്നുണ്ട് കേട്ടോ. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള്. അതെ, കുറെ മൊണ്ണാള്. എഴുതിക്കുന്ന എല്ലാം അഭി ഒഴിച്ച് ബാക്കി എല്ലാം. അനുമോള് അഭി ഒഴിച്ചിട്ട് ഇത് കേൾപ്പിച്ചോണ്ടിരിക്കും. ഞാനിത് പറഞ്ഞാണ് കേട്ടോ, ഇനിയിപ്പോൾ എന്നാ വേണം എന്നുള്ള ഭയങ്കര ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ആണെങ്കിൽ ക്യൂട്ട്നെസ് ഇട്ട് വഴിക്ക് ഇപ്പം ഭയങ്കര ആറ്റിറ്റ്യൂഡ് പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്താണെങ്കിൽ അഭിക്കാണെങ്കിൽ ലാലേട്ടൻ ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ അഭി, കൂട്ടത്തിൽ ഒരാളെങ്കിലും മൊണ്ണല്ലെന്ന് കേട്ടല്ലോ. അഭി വളരെ കൺഗ്രാജുലേഷൻ. മൊണ്ണയില്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചിലപ്പോൾ ഭാര്യയുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു കാര്യമായിട്ട് നമ്മുടെ അഭിശ്രീക്ക്. അനുവിനോടൊപ്പം സംസാരിക്കുകയും അല്ലെങ്കിൽ അനു പറയുന്നത് ശരിയാണെന്ന് പറയുകയും അനുവിനൊപ്പം ഗെയിം കളിക്കുമ്പോൾ അനുവിനോട് ഒരുമിച്ച് ഗെയിം കളിക്കുകയും ചെയ്താൽ അനു നല്ലത്. അനു തെറ്റുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അനുവിനെതിരെ സംസാരിക്കുമ്പോൾ അനു നമ്മൾ തോന്നിയത് പോലെ അങ്ങ് പറഞ്ഞിട്ടുണ്ടാകും. ഇത് കറക്റ്റ് കാര്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം മറ്റൊന്നുമല്ല, അനുമോളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയും, മാറി നിന്ന് കഴിഞ്ഞാൽ നെഗ് പറയും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു നേരത്തെ ആ ഒരു ഡോക്ടറിന്റെ പേരും പറഞ്ഞുള്ള ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണെങ്കിൽ അനുമോള് അക്ബർ ഖാൻ്റെ ആണെങ്കിൽ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നോട്ടം ശരിയല്ല എന്ന് പറയുന്നത് പിറ്റേ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ ലാലേട്ടൻ തന്നെ വളരെ വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനുമോളുടെ അടുത്ത് വളരെ റൂഡായിട്ട് അക്ബർ ഖാൻ സംസാരിച്ചപ്പോൾ ആ നോക്കിയ നോട്ടം ദേഷ്യത്തിലായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പം ആ സമയത്തൊന്ന് റൂഡായിട്ട് പെരുമാറി ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അയാളുടെ നോട്ടം ശരിയില്ല എന്നുള്ളതിലോട്ട് കാര്യങ്ങൾ മാറ്റുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല പിന്നിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ ജിസേലിൻ്റെ ആ ഒരു കേസിലാണെങ്കിൽ ഇവർ ഒക്കെ ജിസേലിൻ്റെ ഒപ്പം നിന്നു അല്ലെങ്കിൽ ജിസേലിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മൊണ്ണകളാണ് അല്ലെങ്കിൽ പെങ്കോത്തന്മാരാണ് ആ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കിന് ഇവിടെ ജിസൽ ചക്രയെ കണ്ടിട്ട് മതിമറന്ന് നിൽക്കുകയാണോ? ആ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത് നമുക്കത് പറയാം. പക്ഷേ അതല്ലാതെ അതിനപ്പുറത്തോട്ട് ഗെയിം എന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ സത്യത്തിൽ അവിടെ ആ ഒരു ഹൗസിനകത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിനനുസരിച്ച് ഇവരെ ഓരോ ആൾക്കാർക്കും കുറച്ച് വാല്യൂസ് കൊടുക്കുമല്ലോ. കാരണം ഇത് ഇങ്ങോട്ട് നിങ്ങൾക്കൊരു ഇവരുടെ വേറൊരു ടാസ്ക് കൂടെ ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജിസിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഗെയിം കഴിഞ്ഞ ശേഷം അനു അങ്ങനെ അല്ല, ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും അനു അതിനൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് ലാലേട്ടൻ എടുക്കുന്നത് പെരുമാറുന്നത്. അല്ല ഇതാരാണ് ഈ പറയുന്നത്? വൈരാഗ്യ ബുദ്ധിയോടാണ് അനുമോൾ എടുക്കുന്ന പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഇതേ വ്യക്തി തന്നെ അനീഷിനെ ഞാൻ ചവിട്ടി പുറത്താക്കും, ഇവൻ എൻ്റെ ഈ ഹൗസിനകത്തിൽ ആജന്മ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ശരത്തപ്പാനിയാണ് ഈ പറയുന്നത്. അനുമോളാണെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെയാണ് കാണുന്നത് എന്നുള്ളത്. അനുവിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നതായിട്ട് അനുവിന് തോന്നി. കാരണം ഇവിടെ ഞാൻ അതെന്താണ്? അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ്? അതിന് കരച്ചിലല്ല മാർഗം. അതായത് എന്താ, നമുക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അവരെ കൊല്ലും അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞല്ലേ, ഞാൻ അവരെ കൊല്ലും, എനിക്ക് പറ്റിയ പരിപാടി അല്ലടി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞങ്ങ് മെഴുകുകയാണ്. ഓക്കെ, ആ ഒരു ഹൗസിനകത്തോട് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിളി കാര്യങ്ങളൊക്കെ കേൾക്കും, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ ഡേ 1 തൊട്ട് ഇവർ കരഞ്ഞു മെഴുകാണ്. ആ ഒരു ഡോക്ടറിന്റെ കേസിലാണെങ്കിൽ പോലും അത്ര കരയേണ്ട കാര്യമില്ല. പിന്നെ കുറേ ആൾക്കാർ മറ്റേ തൊട്ടാവാടിയെ പോലെയാണ് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കരച്ചിൽ വരുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ വരുന്ന ആൾക്കാർ പിന്നീട് ഞാൻ ഈ ഒരു എന്താ പറയുക ഷോയിൽ നിൽക്കാനും മാത്രമുള്ള ഇതില്ല, എനിക്ക് പറ്റിയ പരിപാടിയല്ല, ഞാൻ അവളെ കൊന്നുകളയും തീർത്ത് കളയും എന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും പറ്റാത്ത പണിയാണെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂല അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സാധനമാണെന്ന് അനുമോക്ക് തോന്നിക്കഴിഞ്ഞാൽ ബെറ്റർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം അത്രയും ലോലഹൃദരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പരിപാടി അല്ലല്ലോ ബിഗ് ബോസ്. എന്നിട്ട് അനുമോൾ തന്നെ പറഞ്ഞാണ് എനിക്ക് നെഗറ്റീവ് വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ. അത്രയ്ക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഹൗസിനകത്തോട്ട് വരാൻ അല്ലെങ്കിൽ ഈ ഒരു ഷോയ്ക്കകത്തോട്ട് വരാൻ നിൽക്കരുത്. ഓക്കെ, ഇത് അനുമോൾ ആയതുകൊണ്ട് അനുമോളെ ഫുള്ള് നെഗ് ആക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇത് ആരാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, കാര്യം അതിനകത്ത് നിന്ന് നെഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നുള്ള രീതിയിൽ. കാരണം ചെയ്യാത്ത കുറ്റമൊക്കെ നമ്മുടെ തലയിൽ വെച്ച് തരുമ്പോൾ ആ സമയത്ത് ഭയങ്കര വിഷമവും ദേഷ്യമാണ്. ഈ ദേഷ്യം നിയന്ത്രിച്ച് മുന്നോട്ട് കളിച്ചു പോകാനാണ് ഈ ഗെയിം. അതാണ് ഞാൻ അവളെ കൊന്നുകളയും തീർത്തളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ആ രീതിയിൽ പറ്റണം. അതല്ലാതെ തൊട്ടല് പിടിച്ചിരിക്കുന്ന കരഞ്ഞു മെഴുകുകയാണ്.
ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കലാപം സരിക എണീച്ചിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിഡ് വീക്ക് എവിക്ഷനിലാണെങ്കിൽ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് അവസാനം ഉണ്ടായിരുന്നത് ഈ പറയുന്ന അനിമോളും അക്ബർ ഖാനും ആയിരുന്നു. അപ്പോൾ അക്ബർ ഖാൻ ആണെങ്കിൽ ആ ടാസ്കിലൊക്കെ ഭയങ്കര പോലെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ അവരുടെ നല്ല രീതിയിൽ പൊക്കടിക്കുന്നുണ്ട്. പക്ഷെ അനിമോൾ ആണെങ്കിൽ ഈ അനീഷിൻ്റെ ഒപ്പം ആയിരുന്നല്ലോ മുമ്പ് ടാസ്കിന് സഹായിച്ചുകൊണ്ടിരുന്നത്, അനിമോളും ശരത്തപ്പാനിയും കൂടെ. അപ്പം അനിമോളെ ആണെങ്കിൽ ഇതുപോലെ ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു അനീഷിനെ തന്നെ വീണ്ടും അവസാനം സരികക്കൊപ്പം നിൽക്കേണ്ടുന്ന അനിമോളാണെങ്കിൽ വീണ്ടും അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പോലും എന്നെ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക അതൊക്കെ ചെയ്യേണ്ടത് അനീഷേട്ട അതെടുത്ത് അനീഷേട്ട ഇതേ അനീഷാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവർ കളിച്ചിട്ട് തോപ്പിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ഈ കാര്യത്തിനായിരുന്നു നമ്മുടെ ശരത്തപ്പാനിക്കാണെങ്കിൽ അനിമോളുടെ അടുത്താണെങ്കിൽ ദേഷ്യം ഉണ്ടായിരുന്നത്. കളിക്കുന്ന ടൈമിൽ എല്ലാവരും പേര് മെൻഷൻ ചെയ്തിട്ട് ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പറയാറുണ്ട്. പിന്നെ ചേച്ചി നിൽക്കുന്ന ഭാഗത്തോട്ട് പോകരുതെന്ന് ബിഗ് ബോസ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരുമാതിരി ന്യായീകരണമല്ലോ അനിമോളെ. കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ പാടില്ല, അപ്പൊ പിന്നെ അനീഷിന്റെ അടുത്തോട്ട് പോകാമോ? എന്നിട്ട് അനിമോൾ തന്നെ പറയുന്ന കാരണമാണ്, അതായത് ഞങ്ങൾ കാരണമാണല്ലോ അനീഷേട്ടനാണെങ്കിൽ ആദ്യം കുറച്ച് പോയിന്റ് കുറഞ്ഞത്, അതുകൊണ്ട് ആ ഒരു സങ്കടം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് വീണ്ടും ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ജിജിമോളുടെ മേക്കപ്പിനെ പോലുള്ള ആ ഒരു ഇഷ്യൂസിനെ പറ്റി വീണ്ടും സംസാരം ഉണ്ടാവുകയാണ്. അപ്പം നമ്മുടെ അഭിശ്രീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. ആവശ്യമില്ലാതെ കുറേ പേര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് ഇങ്ങനെ നിന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ കുറേ പേര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് അല്ല, ഇത് ആരും ഈ പറയണത് ആദ്യം ഡോക്ടർ റോബിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തുടക്ക ദിവസം തൊട്ടാണെങ്കിൽ പൊട്ടിത്തെറിഞ്ഞ കൊരവള്ളിയൊക്കെ വലിച്ചു കയറിക്കൊണ്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഒരു അഭിശ്രീ. എന്താണെങ്കിലും പെട്ടെന്ന് ദിവസം ഒരു മാറ്റം അത് വളരെ നല്ലത് തന്നെയാണ്. കാര്യം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ രീതിയിൽ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടോപ്പ് 5 എത്താനെ കൊണ്ട് സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് അനീഷിൻ്റെ അടുത്താണെങ്കിൽ എന്താണ് തൻ്റെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് മുൻ സീസണിലുണ്ടായിരുന്ന അഖിൽമാരാറിൻ്റെ കാര്യം, സാബുമോൻ്റെ കാര്യം, ആര്യയുടെ കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് സാബുമോൻ്റെ അഖിൽമാരാറിൻ്റെ കാര്യം ചോദിച്ചത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആര്യയുടെ കാര്യം എന്തിനാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ആലോചിക്കുക. കാര്യം പുള്ളിക്കാരി വിന്നറൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാര്യം ചോദിക്കാൻ കാര്യം മറ്റൊന്നുമല്ല, ഈ റാങ്കിങ്ങിൻ്റെ ആണെങ്കിൽ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് അനീഷ് കാണിച്ചിരിക്കുന്ന പരിപാടികളും അറിയാമല്ലോ. അപ്പോൾ അതിനെ ബേസിട്ടുള്ള ചോദ്യങ്ങളാണ്. കാര്യം അനീഷ് കോമണറായിട്ട് വന്നിട്ട് എന്ത് പേരിലാണ് പുറത്തറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുള്ള ചോദ്യങ്ങളെ ചുറ്റിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ടാസ്ക് ഇല്ലാതായി പോയത്. ജെനുവിനായിട്ട് നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ തന്നെ ചിരി വരുന്നുണ്ട്. ജെനുവിനായിട്ട് ഇരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് പോടെ ഇറക്കാം അവിടുന്ന് എന്ന് പറഞ്ഞാൽ ലാലേട്ടനും ചിരി വരികയാണ്. ഒരേ കാര്യം തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അത് 10, 15, 20 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ ഗെയിം ഇല്ലാതായതിന്റെ കാരണം എന്താണ്? അത്തരം ഒരു പറച്ചിലാണ്. സത്യം, ഇത് ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അത് അനീഷിൻ്റെ ഗെയിമാണ്, കാര്യം ബാക്കിയുള്ളവർക്കൊന്നും ഗെയിം മനസ്സിലായില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടീ, ഇതൊരു ഊച്ചാളി ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചേക്കുന്നത്. അതിന് അല്ലേ ആ ഒരു ടാസ്ക് പോലും ഇല്ലാതായിരിക്കുന്ന അനീഷ് ഒറ്റ ഒരാൾ കാരണമാണ്. ഈ ഒരു ക്ലിപ്പ് വീണ്ടും കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അനീഷ് ഇത് കണ്ടിട്ട് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു പ്രവൃത്തിയിൽ കുറച്ചൊരു അല്ല, അങ്ങനെയാണെങ്കിൽ ഫുൾ ഇത് തന്നെ വീഡിയോ മുഴുവൻ സത്യം ഫുൾ ഇത് തന്നെ. തുടക്കം തൊട്ടുള്ള എപ്പിസോഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ആയിട്ടുള്ളത് തന്നെ അനിമോളുടെ അടുത്താണെങ്കിൽ ആരാ അനിമോൾ എനിക്കറിയത്തില്ലല്ലോ എന്നുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ആളായിരുന്നു അനീഷ്. പിന്നെ അനീഷ് ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടം കൂടി തുടങ്ങിയിട്ടുണ്ട് അനീഷിൻ്റെ അടുത്ത്. കാര്യം ആ ഒരു അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാധനം ഇച്ചിരി കുറച്ചതുകൊണ്ട് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ഗെയിം കളിച്ച് കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറൊരു മൂഡ് ഒരു നൈസ് രീതിയിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അനീഷിന് എന്തായാലും ടോപ്പ് 5 വരെ എത്താൻ പറ്റുന്നതായിരിക്കും. ആ യൂണിറ്റി അല്ലെങ്കിൽ ആ മനസ്സിന്റെ ആ ബുദ്ധിശക്തി എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു LKG പഠിക്കുന്ന പിള്ളേരുടെ ബുദ്ധി പോലും ഇല്ലാത്ത പരിപാടിയാണ് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അന്നത്തെ ആ ഒരു ടാസ്കിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ആകെപ്പാടെ വിവരം ബോധമായിട്ട് സംസാരിച്ചേക്ക് നമ്മുടെ ഷാനവാസ് മാത്രമായിരുന്നു. ഷാനവാസാണ് പറഞ്ഞത് അവനകത്ത് എടുത്തോട്ടെ നമുക്ക് ടാസ്ക് ബാക്കി ചെയ്യാം ഉള്ളതായിക്കോട്ടെ എന്ന് ഷാനവാസ് പറഞ്ഞിട്ട് പോലും ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കിയിട്ട് LKG പിള്ളേരോട്ടെ ഇല്ല ഞങ്ങൾ ചമ്മയിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു. ലാലേട്ടനാണെങ്കിൽ ഷാനവാസിനെ ആ ഒരു കാര്യത്തിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണോ? ഇല്ല, ശരിയല്ല. അങ്ങനെയല്ല നിലപാടുകൾ. നമ്മൾ മിണ്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയം അനീഷിന്റെ മൂഡിനനുസരിച്ച് വേണം നമ്മൾ മിണ്ടാൻ പോകാൻ. രേണു ഒത്തിരി മാറിപ്പോയാ, ഭയങ്കര എന്താ പറയുക ഒരു പാവം പിടിച്ച ഒരാളുടെ കൂട്ടൊക്കെ ഇങ്ങനെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഈ മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ്. കാര്യം പുറത്ത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കൊള്ളരുതായ്മകളൊന്നും ഇനി വീണ്ടും ആവർത്തിക്കാതെ ഈ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ വലിയൊരു ഇഷ്ടം ചെലവെടുപ്പ് ടീംസ് ഇനിയും കൂടുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകാൻ പറ്റട്ടെ, വീണ്ടും ബാക്ക് ടു പഴയ പോലെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ അധികം സംസാരിക്കാത്ത കുട്ടിയാണോ? കാര്യം നമ്മൾ പറയുമ്പോൾ കൂടുതൽ അതിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാൽ. ഇവർക്കിടയിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഇടയിൽ ഒരു ക്ലാഷ് ഉണ്ടായിട്ട് ഇവർ തമ്മിൽ അടിച്ച് പിരിയണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. മെജോറിറ്റി കുറേ പയ്യന്മാരാണ്. നിങ്ങളതൊന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നൂറയുടെ ആണെങ്കിൽ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ടാണെങ്കിൽ ക്രഷ് എന്നും പറഞ്ഞുകൊണ്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഇവരൊന്ന് അടിച്ചു പിരിയാനെ കൊണ്ട് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്.
പക്ഷേ എന്ത് ചെയ്യാനാടാ മക്കളെ, ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മെൻ. അതുകൊണ്ട് നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ സ്റ്റാർ പെർഫോമറിനാണെങ്കിൽ റാങ്ക് ചെയ്യാവുന്ന അടുത്തൊരു ബോർഡ് അവിടോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിലാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരെ റാങ്ക് ചെയ്യാനെ കൊണ്ട്, സ്റ്റാർ കൊണ്ടുവെക്കാനെ കൊണ്ടാണ്. പിന്നെ അതിൽ ഏറ്റവും ഒരു ഇതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിസലിനാണ്. തൊട്ട് പുറകെയായിട്ട് അനീഷിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജിസലിന് ഞാൻ ഇതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ജിസൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി അവർക്ക് പലർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ജിസലിനെ പറ്റി ഈ റാങ്ക് കൊടുക്കാനെ കൊണ്ട് ഓരോരുത്തർ പറഞ്ഞേക്കുന്ന കാരണങ്ങൾ നിങ്ങൾ കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. ഓക്കെ, ഇതാണ് അഭിശ്രുതി പറഞ്ഞേക്കുന്നത്. പ്രശ്നങ്ങളുണ്ടായിട്ടും അതെല്ലാം ഇട്ടിട്ടും നല്ല വെറൈറ്റി ഫുഡ് തന്ന് ആ ഒരു പ്രശ്നങ്ങളില്ലാതെ ഇപ്പൊ കിച്ചൺ ടീമിൽ നിന്നിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഷാനവാസ് പറയുന്നത്. അല്ലേട്ടാ, ഞാൻ ജിസൈലാണ് കൊടുത്തത്. അത് ജിസൈലിന്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടോ ഞാൻ മണ്ണായതുകൊണ്ടോ അല്ല. അത് അനുമോ കിട്ടുമെന്ന് വെച്ചതാണല്ലോ മച്ചമ്പി, എന്നിട്ട് ആരും ഒന്നും കരുതരുത് പോലും. ജിസൈലിന് നല്ലൊരു ഹൃദയമാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. കാരണം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, മാനസികപരമായ ഒരു നല്ലൊരു ഹൃദയമുള്ള ഒരാളാണ്. ഇതാണ് നമ്മുടെ ഐക്വർ ഖാനാണെങ്കിലും ജിസലിനെ പറ്റി പറയാനുണ്ട്. ഇനി രണ ഫാത്തിമയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഓൾ ഇൻ വൺ ക്യാരക്ടറാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഹ്യൂമാനിറ്റി ഉണ്ട്, ഒരു പ്യോർ സോൾ ആണ്, ആരോടും പേഴ്സണൽ ക്രെഡിറ്റ് വെക്കുന്നില്ല. അതുപോലെ തന്നെ ഗെയിംസ് ഒക്കെ വരുമ്പോൾ 100% കൊടുത്തിട്ടാണ്. ഡിസൈനിന് അങ്ങനത്തെ ഒരു എന്താ പറയാ, ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു ഹ്യൂമാനിറ്റി എല്ലാം ഈക്വൽ ആണ്. ഇവിടെ സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ ഒന്നുമില്ല. സോ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ജിസലിനെ കാണുന്നതുകൊണ്ടായിരിക്കും അനുമോൾ ഒരു കാര്യം പറയുമ്പോൾ അനുമോളുടെ സൈഡ് നിൽക്കാതെ പലരും ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ന്യൂട്രലായിട്ട് ഇവർ നിൽക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാര്യം അവിടെ വന്നേക്കുന്ന ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. സോ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ന്യായം എന്താണോ അതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അവിടെ അനുമോളാണോ ജിസലാണോ എന്നുള്ളതല്ല നോക്കേണ്ടത്. തെറ്റെന്ത് ശരി എന്നുള്ള കാര്യമാണ് എല്ലാവരും നോക്കേണ്ടത്. കാര്യം ഇവിടെ അനുമോൾ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ജിസലിന്റെ പുറകെ നടന്നിട്ടുള്ളൂ. കാര്യം ഇത് റൂള് വയലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല പുള്ളിക്കാരി ഇവിടെ ജിസൽ ചെയ്തിട്ടുള്ളത്. അപ്പം അത് അനുമോൾ ചെയ്ത പോലെ ബാക്കിയുള്ള ആൾക്കാരും ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ആൻഡ് ഇനി അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടു. ഇവിടെ ചിലരെന്താ ചെറിയൊരു പ്രശ്നമെങ്കിൽ അത് അടുത്ത ഗെയിമിലേക്ക് പോകും, ഈ ഒരു പ്രശ്നം അവർ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അനീഷ് മാത്രം ആ പ്രശ്നം അവിടെ തീർത്തിട്ടാണ് പോയത് ഞാൻ കണ്ടു. അതെ, അവിടെ തീർത്തിട്ട് തൊട്ടടുത്ത് പോകുമ്പോൾ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കും. അതാണ് നമ്മുടെ അനീഷിന്റെ ഒരു രീതി. നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിക്കാം. ഞാൻ ഇങ്ങനെ ആ ടാസ്കിലാണ് ഞാനൊന്ന് മികവ് കാണിച്ച സത്യം പറഞ്ഞാൽ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറായിരുന്നു. അനീഷ് ഇവിടെ ആകാംക്ഷയോടെ ഒക്കെ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുന്നത് കണ്ടു. എന്നെ പറ്റിയാണ് ഈ പറഞ്ഞത്. അനീഷേട്ടൻ നമ്മൾ തമ്മിൽ എന്താ ചിരിക്കണേ? ഇവിടെ എന്ത് പ്രശ്നം ആണ് അനുമോളൊരു കാര്യം വരുമ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കേണ്ട കാര്യം എന്തോ? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. അനുമോള് നേരത്തെ സരികയാണ് പറഞ്ഞേക്കുന്നതൊക്കെ അനീഷിനെയാണ് ഇതുപോലെ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിൽ അനുമോളെ കുറച്ച് ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ കൂടി ആ ഒരു കാര്യത്തിൽ ഓക്കെ ഞാൻ അനീഷിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ എന്താണ് നിങ്ങൾ ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ സ്റ്റാർ കൊണ്ട് വെച്ചേക്കുന്നു. ഓക്കെ, അത് നല്ലൊരു ഗെയിം തന്നെയാണ്. എന്തായാലും പുള്ളി അത് ഇടപെടും. ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പക്ഷെ വേറെ ആരും ഇടപെടാൻ വരത്തില്ല. എന്താ ഒരു ഗ്യാങ് ആയിട്ട് മാറി നിന്ന് സംസാരിക്കുക അങ്ങനെയാണ്. പക്ഷെ പുള്ളിയുടെ നിലപാടെല്ലാം നോക്കിയിട്ടാണ് നിൽക്കുക. അനീഷ് അവിടെ ഇരിക്കുന്നത് കണ്ടോ? ഓഫ്, എന്നെ പറ്റിയാണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എത്ര പേർക്ക് റാങ്ക് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും 6 പേർക്ക് മാത്രം ഇത്രയും സ്റ്റാർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഇത്രയും കണ്ടസ്റ്റൻസ് ഉള്ളതിൽ വെറും 6 പേര് മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത്. കൂടുതൽ ഒരാൾക്കെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്താ വാഴകളാണ്. എന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ എന്ന പേരിലാണെങ്കിൽ ജിസലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. മറ്റൊന്നല്ല, ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റാറിൻ്റെ ഒക്കെ കൂട്ടിയിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഒരു ഗിഫ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിഫ്റ്റ് വേണമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ കഴിഞ്ഞ വീക്കെൻഡിലാണെങ്കിൽ ഇതുപോലൊരു ഷൂ, മറ്റേ ഹീലിൻ്റെ ആ ഒരു ഷൂ കൊടുക്കുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതായിരുന്നില്ല കൊടുക്കുന്നത്. നേരെ നമ്മുടെ പണിപ്പുരയിൽ പോയിട്ടാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി എടുക്കാം. കാര്യം പണിപ്പുരയിലാണെങ്കിൽ നെവിന് കയറാൻ പാടില്ല, അത് ബാൻ ചെയ്ത് വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ പണിപ്പുര കയറാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു. പേടിച്ച് വിറച്ച് കീറുകയാണ്. പക്ഷേ ഞാനിതിനൊന്നും പറയത്തില്ല. കാര്യം എനിക്കിതിനെ നല്ല പേടിയാണ്. കാര്യം നമ്മളിവിടെ കോന്നിയിൽ ഫെസ്റ്റൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ റോബോ ഡോഗിനെ കൊണ്ടൊക്കെ ഇടയ്ക്ക് അവർ വരാറുണ്ട്. ഈ സാമാനത്തെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യൂല, എന്നാലും എന്തോ ഒരു പേടി. ഇയാളുടെ പേര് സ്പൈ കുട്ടൻ എന്നാണ്. സ്പൈ കുട്ടൻ. നമ്മൾ ഒരു മത്സരം നടത്തിയ 13,000 എൻട്രീസിൽ നിന്നാണ് ഇയാളുടെ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് മഞ്ജിമ എന്ന് പറയുന്ന ഏതോ ഒരു ലേഡിയാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അപ്പം പുള്ളിക്കാരിക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടുന്ന എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ ശാരികേച്ചിയും ഒനിയലും മറ്റേ മിഡ് വീക്ക് എവിക്ഷനിലാണെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷനായിട്ട് ഏതോ ഡാർക്ക് റൂമിലോട്ട് എന്തോ പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരെ തിരിച്ചെത്തുകയാണ് സുഹൃത്തുക്കളെ. തിരിച്ചെത്തിയിട്ട് ലാലേട്ടനായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിൻ്റെ എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ RJ ബിൻസി എവിക്റ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവസാനം RJ ബിൻസി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ട് വെക്കാം. 90% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വഴക്കാളിയാണ്, അത് ഞാനൊക്കെ പുറത്തിറക്കിയില്ലായിരുന്നു. ഇത് സത്യമാണ് കേട്ടോ. 90% കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല 90% ആണെന്ന്. ഒരു 60-70% ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് അത്രത്തോളം വിസിബിലിറ്റി
എന്തായാലും ആദ്യം ബിൻസിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ആകപ്പാടെ 1-2 എപ്പിസോഡിലൊക്കെ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ബിൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ പുറത്ത് വരാണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരിയാണ്, നമുക്കറിയാം. ഞങ്ങളുടെ ആ ഒരു ടോപ്പ് ആങ്കർ റിയാലിറ്റി ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്നതായിരുന്നു ആർജെ ബിൻസി ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലൊന്നും അല്ല ബിൻസി നല്ല കുറേ ഗെയിമൊക്കെ അല്ലെങ്കിൽ കുറേ കണ്ടന്റ് അവിടെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പുറത്തായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.